ഹായ് ഹലോ. ഇപ്പം നമ്മുടെ ഫൗണ്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഫൗണ്ടേഷനും അതുപോലെ തന്നെ നമ്മുടെ 10th ലെവൽ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഓഡ് വൺ ഔട്ട് കണ്ടെത്താനാണ് ഒന്നാമത്തെ ചോദ്യം. ഓഡ് വൺ ഔട്ട് കണ്ടെത്താൻ ആപ്പിൾ, ക്യാരറ്റ്, മാംഗോ, ബനാന എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം ക്യാരറ്റ് എന്ന് പറയാം. ബാക്കിയുള്ള എല്ലാം വെജിറ്റബിൾസ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. അരുൺ ഈസ് ഫാസ്റ്റർ ദാൻ ബിനോയ് ബട്ട് സ്ലോവർ ദാൻ ക്രിസ്. ഹു ഈസ് സ്ലോവസ്റ്റ് റണ്ണർ? അല്ലെ, ഇതിലെ ഏറ്റവും വേഗത കുറഞ്ഞ ഓട്ടക്കാരൻ ആര് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ അരുണിനെ ഞാൻ ബ്ലൂ കളർ കൊടുത്ത് അരുണിനെ ബേസ് ചെയ്താ പറഞ്ഞേക്കുന്നത്. അപ്പൊ അരുണിനെ ഞാൻ ഇവിടെ ഒന്ന് വരച്ചു. ഓക്കെ, അരുൺ ഈസ് ഫാസ്റ്റർ ദാൻ ബിനോയ്. ബിനോയേക്കാളും ഫാസ്റ്റർ ആണ് ആര്? അരുൺ. ബിനോയ്ക്ക് ഞാൻ റെഡ് കളർ കൊടുക്കുക. അപ്പം ബിനോയ് അരുണിനെക്കാട്ടിയും വേഗത കുറവാണ്. ബട്ട് അരുൺ ആരെക്കാട്ടിയും സ്ലോവർ ആണ്? ക്രിസിന് ഞാൻ എന്ത് തന്നെ കൊടുക്കും? ഒരു ഓറഞ്ച് കളർ കൊടുക്കുക. അപ്പൊ ക്രിസിനെക്കാട്ടിയും വേഗത കുറഞ്ഞ ആളാണ് അരുൺ. സോ ക്രിസ് ആയിരിക്കും ഹൈ സ്പീഡിൽ ഓടുന്ന ആള്. ഇവിടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ക്രിസ് ഫ്രണ്ടിലും ഏറ്റവും സ്പീഡുള്ള ആള്. അതിന്റെ തൊട്ട് താഴെ നമ്മുടെ ആരാണ്? ഈ കളറുള്ള ആള് ബിനോയ്. അതിന്റെ ഏറ്റവും ബാക്കിലായിട്ട് ആര് വരും? സോറി, ഇവൻ അരുൺ ആണ് കേട്ടോ. സോറി, അരുൺ. അതിന്റെ ബാക്കിലായിട്ട് ആര് വരും? ബിനോയ് വരും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിലെ ഏറ്റവും സ്ലോവസ്റ്റ് റണ്ണർ ആരാണെന്ന്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറയാം, ഇതിലെ സ്ലോവസ്റ്റ് റണ്ണർ ആര് തന്നെ ആയിരിക്കും? ബിനോയ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ CEC എക്സാമിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇൻ എ ക്യൂ ഓഫ് പീപ്പിൾ സമീർ എത്രാമതാണ്? ഫ്രണ്ട്. ഇത് അവന്റെ ഫ്രണ്ടിൽ നിന്ന് അവൻ 7th ബാക്കിൽ നിന്ന് അവൻ എത്രാമതുമാണ്? 10ാമതുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂവിൽ എത്ര ആളുണ്ടെന്ന്? ഒന്നുമില്ല, രണ്ടും കൂടെ ആഡ് ചെയ്യുക. 10 + 7. അപ്പം നമുക്ക് 17 കിട്ടും. ആൻസർ കിട്ടാൻ വേണ്ടി ഒരു -1 കൂടെ ചെയ്യുക. 16 എന്ന് കിട്ടും. ഓക്കെ, 16 ഉണ്ടോ ഓപ്ഷനിൽ? ഉണ്ട്. ഓക്കെ, 16. ഓക്കെ, നമ്മുടെ ലൈവ് സെക്ഷനിൽ നമ്മുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിരുന്നല്ലോ. അതിലെല്ലാം നമ്മൾ ഇതിന്റെ ഒരുപാട് മോഡൽ ചെയ്തിരുന്നു. അതുപോലെ ഈ സെക്കൻഡ് വണ്ണും ചെയ്തിരുന്നു. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, അടുത്ത ക്ലോക്കിന്റെ ആണ്. ക്ലോക്കിന്റെ നമ്മൾ ഇന്ന് ലൈവില് നൈറ്റ് ലൈവിൽ ഒന്നും കൂടെ എന്ത് ചെയ്യും? കുറെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈവിലും അതുപോലെ റെക്കോർഡ് ക്ലാസ്സിൽ ആ വീഡിയോ കണ്ടത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, ഇതിന്റെ കുറച്ചും കൂടെ നമ്മൾ പിക്ചറൊക്കെ കാണിച്ച് പറഞ്ഞതാണ്. ഓക്കെ, അത് ഇന്ന് നൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ് ഡിക്ഷണറി മേക്കിംഗ്. അതില് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് കം ലാസ്റ്റ്? ഏറ്റവും ലാസ്റ്റ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിക്ഷണറി നോക്കി. ആദ്യത്തെ വേർഡ് TA. എല്ലാ വേർഡും സ്റ്റാർട്ട് ചെയ്യുന്നത് TA വെച്ചാണ്. അപ്പൊ മൂന്നാമത്തെ ലെറ്റർ നോക്കാം. ഇവിടെ B, ഇവിടെ R, ഇവിടെ B, ഇവിടെ M. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ നോക്കിയാല് ഇവർ രണ്ടും മോസ്റ്റ് പ്രോബബിളി ആദ്യമേ വരുന്നത് AB, അങ്ങനെയല്ലേ പോകുന്നത്. പിന്നെ നമുക്കൊരു ഡൗട്ട് വരുന്ന ഈ ആറും എമ്മും. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ LMNOPQR. ഓക്കെ, എം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ആറ് വരുന്നത്. സോ നമുക്ക് ഉറപ്പിക്കാം ഇവനായിരിക്കും ഏറ്റവും ലാസ്റ്റ്. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ടാർഗറ്റ് ആയിരിക്കും ലാസ്റ്റ് വരുന്ന വേർഡ്. ഓക്കെ, ക്ലിയർ ആയി. എന്നാലും വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു വേർഡിൽ ഏറ്റവും ആദ്യം വരുന്ന ആളാരായിരിക്കും? നമുക്ക് പറയാം ഇവനായിരിക്കും, ടേബിൾ ആയിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ലൈവും ക്ലാസ്സുകളും അതുപോലെ തന്നെ നോർമൽ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ, യൂട്യൂബ് വീഡിയോസ് വളരെ കുറവായിരിക്കും, പക്ഷെ നമ്മുടെ ലൈവ് സെഷനിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എക്സാമിന് ഡേറ്റ് വളരെ കുറച്ച് ദിവസമാണെങ്കിൽ പോലും ഓക്കെ, ഇനി ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് ലൈവ് സെഷനുകൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമി
മാത്തമജീഷ്യൻ അക്കാഡമി എന്നാണ്. അപ്പൊ ഞങ്ങളുടെ അക്കാഡമിയുടെ നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. 7034110317. ഓക്കെ.